ചെറിയ ഉള്ളിയും തക്കാളിയും കൊണ്ട് തീയലുണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ല ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളിട്ടതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ തീ കുറച്ച് വെച്ച് വേണം തേങ്ങ വറുത്തെടുക്കാനും. ഇനി വേറെ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ചധികം ചെറിയ ഉള്ളി പൊളന്നതാണ്, അതിട്ട് കൊടുക്കാം. 2-3 തൊണ്ടമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഒരു 3 പഴുത്ത തക്കാളിയാണ് കേട്ടോ, അത് നെടുകെ പിളർന്നത് കൂടി ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് വാളൻപുളിയുടെ വെള്ളമാണ്, അതൊഴിച്ച് കൊടുക്കാം. ഇനി ഒന്നുകൂടി മിക്സ് ചെയ്ത് കറിയൊക്കെ നന്നായിട്ട് കുറുകി വരുന്നവരെ മൂടി വെച്ച് കൊടുക്കാം. കറി നന്നായി കുറുകി വരുമ്പോഴത്തേക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ഉണക്കമുളകും ഒരു നുള്ളു മുളക് പൊടിയും കൂടി മൂപ്പിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തീയൽ തയ്യാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മാസലാമ.